ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നും നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ മുന്നേ ചെയ്തിട്ടുള്ള പൈനാപ്പിൾ പച്ചടിയും അതുപോലെ തന്നെ ബീട്രൂട്ട് പച്ചടിക്കും ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നല്ല മറ്റൊരു പച്ചടി ആയിട്ടാണ് വന്നിട്ടുള്ളത്, ടൊമാറ്റോ പച്ചടി. അപ്പോൾ നമുക്ക് ടൊമാറ്റോ പച്ചടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ബാ, ടൊമാറ്റോ പച്ചടിയിലേക്ക് വേണ്ട സാധനങ്ങൾ നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് പച്ചമുളക് വേണം. പച്ചമുളക് നമ്മുടെ വീട്ടിലുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഈ ഒരു കളറിൽ കിടക്കുന്നത്. നമ്മുടെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചമുളകായാലും മതി. പിന്നെ ടൊമാറ്റോ പച്ചടിക്ക് പ്രധാനമായിട്ട് വേണ്ട സാധനം നമ്മുടെ ടൊമാറ്റോ തന്നെ. ഞങ്ങളിവിടെ 3 ടൊമാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണം, കുറച്ച് ഉപ്പ് വേണം, വളരെ കുറച്ച് പഞ്ചസാര വേണം. പിന്നെ ഈ കാണുന്നത് നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ കടുകും പച്ചമുളകും കൂടി മിക്സിയിൽ അരച്ചെടുത്തതാണ്. അത് 1 കപ്പ് വേണം. പിന്നെ കുറച്ച് കടുക് വേണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം, അതുപോലെ കുറച്ച് ചുവന്ന മുളക് വേണം. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി പറഞ്ഞില്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി വേണേ. നമുക്ക് ആകെ നമ്മുടെ ടൊമാറ്റോ പച്ചടി ഉണ്ടാക്കാൻ ഈ കാണുന്ന സാധനങ്ങൾ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റുകയാണ്. അപ്പോൾ പൊന്നിപ്പോൾ നമ്മുടെ തക്കാളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ തക്കാളി ഇതാ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 3 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. നമ്മുടെ കുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ അടുപ്പ് ഓണാക്കിയിട്ട് നമ്മുടെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ചെറുതായി അരിഞ്ഞ് വെച്ച തക്കാളി ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, വെള്ളം കൂടരുത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പും ഓരോരുത്തരുടെ ആവശ്യത്തിന് മതി. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക നമ്മൾ. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി സെറ്റാക്കുക. ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഒരു 5 മിനിറ്റ് സമയം ഇതൊന്ന് അടച്ചു വെക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടച്ചു വെക്കുന്നത്. ഇനി നമുക്ക് തക്കാളി ഒന്ന് വെന്ത് വരട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഈ സമയത്ത് നമ്മുടെ തക്കാളി വെന്ത് വരുന്ന സമയം കൊണ്ട് വീഡിയോ കാണുന്ന നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുതേ. നമ്മൾ തക്കാളി പൂർണ്ണമായിട്ട് വെന്തിട്ടില്ല, എന്നാലും ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ മൂടി വയ്ക്കുക. ഇനി ശരിക്കൊന്ന് വെന്ത് വരട്ടെ നമ്മുടെ തക്കാളി. ഗൈസ്, നമ്മുടെ തക്കാളി വെന്തോന്ന് തുറന്ന് നോക്കുകയാണ്. എന്താ പിന്നെ സ്ഥിതി, വെന്തുണ്ടോ? ഓക്കെ. അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം വെന്ത് സെറ്റായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ വെന്തയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയും കടുകും പച്ചമുളകും കൂടി അരച്ചെടുത്തത് ചേർക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ചു വയ്ക്കാം. എന്നിട്ട് അതൊന്ന് തിളച്ച് വരട്ടെ, എന്നിട്ട് ബാക്കി നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഐറ്റം അതാ നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇതൊന്ന് വാങ്ങി വെക്കാം. അതൊന്ന് വാങ്ങി നമുക്ക് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടിയിലേക്ക് പോകാം. ഇവിടെ മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട വറവ് സെറ്റാക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ളിൽ കുറച്ച് വെള്ളമുണ്ട്, അതൊന്ന് ആദ്യം വറ്റട്ടെ. നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട്. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ലേശം കടുകിട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചുവന്ന മുളക് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കാം.
ഒന്ന് കയ്യിൽ നിന്ന് അറിയാതെ ഫുൾ പീസ് വീണ് പോയിട്ടുണ്ട്. നമുക്ക് ചെറിയ പീസ് തന്നെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മളെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കാം. പൊന്നിൻ്റെ ശ്രദ്ധ ഒരു സെക്കൻഡ് മാറിയത് കൊണ്ടാണ് തോന്നുന്നു ഒരു മുളക് നല്ല രീതിക്ക് കരിഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് അത്ര അങ്ങോട്ട് കരിയണ്ട, ഒരു ഏകദേശം ഒരു ബ്രൗണിഷ് കളറായ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വറവ് നേരെ നമ്മുടെ പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കവേ. എന്നിട്ട് നമുക്ക് അതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ ടൊമാറ്റോ പച്ചടി ഇതാ സെറ്റായി വന്നിട്ടുണ്ടേ. എല്ലാവരും ഒന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. മറ്റേതെങ്കിലും തരത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാക്കലുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറയണം. ഞങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, ഏതാണ് രസം എന്നൊന്ന് നോക്കാം.